നിങ്ങൾക്ക് എന്തായാലും ഒരു വാഹനം ഉണ്ടാവും. അപ്പോൾ വാഹനത്തിൻ്റെ കുറച്ച് മെക്കാനിക്കൽ കാര്യങ്ങളും അതേപോലെ തന്നെ സെൻസറുകളെ പറ്റിയൊക്കെ അറിയുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു കാര്യത്തിൽ എന്താണ് PCV വാൽവ്, ഇതുപോലൊരു ചെറിയൊരു സാധനം, സംഗതി 390 രൂപയുടെ സാധനമേ ഉള്ളൂ. പക്ഷേ ഇതുവഴി എഞ്ചിന് വരുന്ന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങളൊന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. മിക്ക സ്ഥലങ്ങളിലും എഞ്ചിൻ പണി അല്ലെങ്കിൽ സ്മോക്ക് വരുമ്പോൾ, അതായത് പുകയൊക്കെ വരുമ്പോഴത്തേനും നമ്മൾ പറയും എഞ്ചിൻ പണിയായി. അപ്പോൾ അതിനൊക്കെയുള്ളൊരു കാരണവും ഇത് ശ്രദ്ധിക്കാതെ പോകുന്നതിൻ്റെ കാരണങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇതിപ്പം എൻ്റെ വണ്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. പക്ഷെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുറച്ച് ഓൾഡ് വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് PCV വാൽവ് മാറ്റി. ഇത് ചെറിയൊരു ലീക്ക് ഉണ്ടായിരുന്നു, അത് മാറ്റി നമ്മൾ പുതിയത് വെച്ചു. അപ്പോൾ എന്താണ് PCV വാൽവ്, എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻ, എങ്ങനെയാണ് ഇത് എഞ്ചിനെ ബാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടി കൊണ്ടുപോയി എഞ്ചിൻ ഫുള്ള്, അതായത് എഞ്ചിൻ്റെ സംഭവങ്ങളെല്ലാം, നമ്മുടെ ഓയിൽ റിങ്സ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്ത് വളരെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ മൈലേജ് ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ മൈലേജ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എഞ്ചിൻ പാർട്ടുകളും അതേപോലെ മൗണ്ടിങ് മാറി. അപ്പോൾ എന്തൊക്കെ ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് പിന്നെ പറയാം. അത് ബെൽറ്റുകൾ മാറിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം ഇനി മൈലേജ് ടെസ്റ്റാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിന് മുന്നെയാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറുന്നതെല്ലാം. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു വാൽവ്, അതായത് പോസിറ്റീവ് ക്രാങ്ക് കേസ് വെന്റിലേഷൻ എന്ന് പറയുന്ന വാൽവ് ഇതാണ്. ഓക്കെ, 390 രൂപ സംതിങ്ങേ ഉള്ളൂ ഇതിന് വില. ഓക്കെ, അപ്പോൾ ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പറയാം. നമ്മുടെ എയർ ഇൻടേക്ക് വരുന്ന ഇങ്ങനെയാണ്. ആ എയർ ഇൻടേക്കിൻ്റെ ഈ ഹെഡർ, ഇത് എയർ ഹെഡറാണ്. അപ്പം പഴയ വണ്ടികളിലാണെങ്കിൽ നമ്മൾ മാപ്പ് സെൻസർ എന്ന് പറയും, മാനിഫോൾഡ് അബ്സല്യൂട്ട് പ്രഷർ സെൻസർ. പുതിയ വണ്ടികളിലാണെങ്കിൽ നമുക്ക് ഈ വരുന്നതിൻ്റെ അവിടെ തന്നെ മാഫ് സെൻസർ എന്ന് പറയും, മാനിഫോൾഡ് എയർ ഫ്ലോ സെൻസർ എന്ന് പറയും. ഓക്കെ, മാസ് എയർ ഫ്ലോ സെൻസർ എന്ന് പറയും. അത് ഇവിടെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇത് എയർ ഫ്ലോയെയും ഇത് ഇവിടുത്തെ പ്രഷറിനെയാണ് സെൻസ് ചെയ്യുന്നത്. രണ്ടും തമ്മിൽ സെൻസിങ്ങിന് വ്യത്യാസമുണ്ട്, കൂടുതൽ ഡീറ്റെയിൽ പറയുന്നില്ല. അപ്പോൾ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. ഇതാണ് നമ്മുടെ ക്രാങ്ക് കേസിൻ്റെ, അതായത് എൻജിൻ പിസ്റ്റൺ റിങ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ക്രാങ്ക് കേസ് വരുന്നത് ഇവിടെയാണ്. അതായത് ക്രാങ്ക് കേസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ കമ്പാർട്ട്മെൻറ്റിൽ ഇത് കറക്റ്റായിട്ട് ലൂബ്രിക്കേഷൻ, നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുമല്ലോ, ഇതിലൂടെ ഓയിൽ ഒഴിച്ച് കൊടുക്കും. ഈ ഓയിൽ കറക്റ്റായിട്ട് ഇങ്ങനെ ലൂബായിട്ട് വരണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കാരണം ഇതിങ്ങനെ കമ്പൾഷൻ, ഇതിൻ്റെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പം ഇതിനുള്ളിൽ ഗ്യാസസ് വന്നു കഴിഞ്ഞാൽ, അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന ഗ്യാസസിനെ പുറന്തള്ളാനാണ് നമ്മുടെ ഇവിടെയുള്ള കാറ്റലിറ്റിക് കൺവേർട്ടറും ഇതിവിടെ നേരെ പോക്കോയിൽ പോകുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ മോൾ ഭാഗത്ത് നമുക്കറിയാം, ഗ്യാസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എന്തായാലും മോൾ ഭാഗത്തോട്ട് വരിക എന്നുള്ളതാണ്. മോൾ ഭാഗത്ത് പിന്നെയും എന്തെങ്കിലും തരത്തിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ റിങ്ങിനെയും കാര്യങ്ങളെയും ഒക്കെ കയറി പിടിക്കും. ഈ പിസ്റ്റൺ റിങ് കേടാവും, ഓയിൽ സീൽ ബ്രേക്ക് ആവും, ഓയിൽ ലീക്കാവും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ തടയുന്നതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പുകയും കാര്യങ്ങളൊക്കെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കാലിഫോർണിയയിൽ കണ്ടുപിടിച്ച ഒരു ഉപകരണമാണ് ഈ ഒരു സാധനം. ഇതൊരു വൺ ഡയറക്ഷണൽ വാൽവാണ്, അതായത് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഇതിൻ്റെ ഫ്ലോ നടക്കുകയുള്ളൂ. ഇതിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്, ഇങ്ങനെ. അപ്പം ഇവിടുന്ന് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് ക്രാങ്ക് കേസിൽ നിന്നും ഇങ്ങോട്ടേക്ക്, അതായത് ഈ എയർ ഹെഡറിലോട്ടാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടും ഗ്യാസസ് എന്തെങ്കിലും, അതായത് പോക്കോളിലൂടെ തള്ളുന്ന ഗ്യാസസ് അല്ലാതെ, കാറ്റലിറ്റിക് കൺവേർട്ടർ കഴിഞ്ഞ് പോക്കോളിലൂടെ പോകുന്ന ഗ്യാസസ് അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഗ്യാസസ് ഹാംഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ വീണ്ടും തിരിച്ച് എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റ്, കാരണം ഇത് കണ്ടോ, എയർ സക്ക് ചെയ്തിട്ട് വീണ്ടും എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നുണ്ട്, വീണ്ടും ഇതായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഫെയിലിയർ ആയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയാമോ? വൈറ്റ് സ്മോക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ ബ്ലാക്ക് സ്മോക്ക് ഉണ്ടാവും. ഈ സാധനം എയറും ഫ്യൂലും കറക്റ്റായിട്ട്, അതായത് നമുക്ക് വണ്ടി പ്രവർത്തിക്കുന്നതിനറിയാം, എയർ വേണം, കറക്റ്റായിട്ട് ഫ്യൂല് വേണം, കറക്റ്റായിട്ട് ഇഗ്നീഷൻ വേണം. അപ്പോൾ എയർ ഫ്യൂലും കറക്റ്റായിട്ട് ബേൺ ആവാതെ വരും. അല്ല, അതിൻ്റെ റേഷ്യോ ഒന്നെങ്കിൽ എയർ കൂടുതൽ കയറും, അല്ലെങ്കിൽ ഫ്യൂവൽ കൂടുതൽ കയറും, അങ്ങനെ. അതായത് ലീൻ റിച്ച് എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷനുണ്ട്. ഇതിനെപ്പറ്റി നാം വേറൊരു വീഡിയോ പറയാം, അതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻ വരുമ്പോഴും ഒക്കെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, വണ്ടിയുടെ പെർഫോമൻസ് വളരെ കുറയാൻ തുടങ്ങും, ഫ്യൂൽ എഫിഷ്യൻസി വളരെ കുറയാൻ തുടങ്ങും, അതേപോലെ തന്നെ എഞ്ചിന് പവർ കിട്ടാതെ വരും, അതേപോലെ തന്നെ ഒരു ഐഡിയൽ സ്പീഡ് കൂടാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സിംറ്റംസ് ഇത് കാണിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞ പോലെ പുക വരാൻ തുടങ്ങും. അപ്പം നമ്മൾ വിചാരിക്കും എഞ്ചിൻ പണിയായെന്ന്. അപ്പോൾ എഞ്ചിൻ പണിയായതല്ല. അങ്ങനെ എന്തെങ്കിലും സിംറ്റം വന്നാൽ ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 390 രൂപ അല്ലെങ്കിൽ 350 രൂപ വരുന്ന ഈ ഒരു വാൽവാണ്. ഇത് വൺ ഡയറക്ഷണൽ വാൽവാണ്. ഇത് നോക്കിയാൽ അറിയാം, ദൂതി കൊടുക്കുക, നമുക്കറിയാം. ഇതിപ്പം ഊതുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കാണിച്ച്, ഞാൻ ജസ്റ്റ് ഒരു ഗ്ലാസ്സിലിട്ടിട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാൽവ്. ഇതിൻ്റെ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഡയറക്ഷൻ, അതായത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്ലോ ഇന്ന് നോക്കാം. കണ്ടോ ബബിൾ വരുന്നത്? അപ്പോൾ ഇത് വൺ ഡയറക്ഷനാണ്. ഇത് തിരിച്ചു വെക്കുമ്പോഴും കണ്ടോണം, കണ്ടോ? അപ്പം രണ്ട് സൈഡിലൂടെയും ഫ്ലോ നടക്കുന്നതുകൊണ്ടാണ് പറഞ്ഞത് അത് ലീക്ക് ആയിട്ടുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മാറ്റിയത്.
അപ്പം ഇത് ഞാൻ പറഞ്ഞു, ഇത് ഒരു ഡയറക്ഷനിലൂടെ മാത്രം, അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാത്രം ഫ്ലോ നടക്കേണ്ട ഒരു വാൽവാണ്. അപ്പോൾ ഇത് 2 ഡയറക്ഷനിൽ നടന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഐഡിയൽ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഫ്യൂവൽ എയർ മിസ്റ്റ് കറക്റ്റ് ആക്കുന്നതിനും സ്പീഡ് കറക്റ്റ് ആക്കുന്നതിനും ഒന്നും സാധിക്കാതെ വരും. അപ്പം എൻജിൻ റോങ് ആയിട്ട് ബിഹേവ് ചെയ്യും. അപ്പോൾ ഒരു 390 രൂപയുടെ സാധനം എങ്ങനെ ഒരു എൻജിൻ പണിയിലോട്ട് പോകും എന്നുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും അടുത്ത ഒരു സെൻസർ അല്ലെങ്കിൽ വേറൊരു മെക്കാനിക്കൽ വണ്ടികളുടെ കാര്യങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബൈ.